നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ഈ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു. സ്ത്രീകളെ അധിക്ഷേപിച്ചു. മാത്രമല്ല IT വകുപ്പിൻ്റെ രണ്ട് നിയമങ്ങളനുസരിച്ച് അല്ലെങ്കിൽ രണ്ട് വകുപ്പുകളനുസരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തി. ഇതാണ് TG മോഹൻദാസിനെതിരെ പോലീസ് ചുമത്തിയ വകുപ്പുകൾ. ഈ വകുപ്പുകൾ ചുമത്തി 3 വർഷം വരെ കുറ്റം അല്ലെങ്കിൽ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യം ലഭിക്കാത്ത ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കാനായിരുന്നു പദ്ധതി. സത്യത്തിൽ ആ പദ്ധതി ഇന്നലെ കോടതിയിൽ പൊളിഞ്ഞുപോയത് നമ്മൾ കണ്ടതാണ്. TG മോഹൻദാസിനെ വലിയ സുരക്ഷാ വലയത്തിലാണ് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. എങ്കിലും SFIയുടെ കരിങ്കൊടി പ്രയോഗം അവിടെ ഉണ്ടായി. പോലീസ് വാഹനം SFI തടഞ്ഞു നിർത്തി TGക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും SFI കരിങ്കൊടി കാണിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം കോടതിയിലേക്ക് കൊണ്ടുപോയി. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് TGയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായത്. അതിനുശേഷം ജയിലിലടയ്ക്കാനുള്ള എല്ലാ പദ്ധതികളും പോലീസ് ഒരുക്കിയിരുന്നു. പക്ഷേ കോടതിയിൽ പൊളിഞ്ഞുപോയി. എന്തുകൊണ്ട് ഒരു നോട്ടീസ് പോലും നൽകിയില്ല? വിളിച്ചു വരുത്തി എല്ലാ തെളിവുകളും ശേഖരിക്കാമായിരുന്നു. എന്തിനായിരുന്നു എറണാകുളത്ത് പോയി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്? ഈ ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരമില്ലായിരുന്നു, പ്രോസിക്യൂഷന് ഉത്തരമില്ലായിരുന്നു. ഈ ചൂണ്ടിക്കാണിക്കുന്ന വകുപ്പുകൾ ഒന്നും തന്നെ, അതായത് TG മോഹൻദാസിൻ്റെ വീഡിയോയുടെ ഫുൾ സ്ക്രിപ്റ്റ് പ്രതിഭാഗം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ സ്ക്രിപ്റ്റ് മുഴുവൻ കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വകുപ്പുകളൊന്നും തന്നെ അട്രാക്റ്റ് ചെയ്യുന്നതല്ല എന്ന് പ്രാഥമികമായി കോടതി വിലയിരുത്തി TG മോഹൻദാസിൻ്റെ ജാമ്യം അനുവദിച്ചത്. എന്നാൽ TG മോഹൻദാസിന് ജാമ്യമെടുക്കാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് TG മോഹൻദാസ് കടുത്ത ഒരു നിലപാടിലായിരുന്നു. തനിക്ക് ജാമ്യം വേണ്ട, എത്ര ദിവസം വേണമെങ്കിലും കസ്റ്റഡിയിൽ വയ്ക്കട്ടെ, അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുവാനാണ് TG മോഹൻദാസ് തിരുവനന്തപുരത്തേക്ക് വന്നത്. പക്ഷേ ഉന്നത RSS നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ആ വന്ധ്യവയോധികനെ, അതായത് 70 വയസ്സ് പിന്നിട്ട് TG മോഹൻദാസിനെ ജയിലിലേക്ക് അയക്കേണ്ട, അല്ലെങ്കിൽ ജയിലിലേക്ക് പോകരുത്, ജാമ്യത്തിനായി ശ്രമിക്കണം. കാരണം കുറ്റകൃത്യം താൻ ചെയ്തിട്ടില്ല. തൻ്റെ വീഡിയോയിലൂടെ അത്തരമൊരു വിദ്വേഷ പരാമർശമൊന്നുമില്ല. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു. എത്ര ദിവസം വേണമെങ്കിലും ജയിലിലടച്ചോട്ടെ എന്ന നിലപാടായിരുന്നു TGക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കാനും ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ഈ വകുപ്പുകളൊന്നും തന്നെ ഈ TGക്ക് മേൽ ചുമത്താനാകില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാകുമെന്നുമൊക്കെ പറഞ്ഞ് RSS നേതൃത്വവും BJPയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളും അതോടൊപ്പം തന്നെ TGയുടെ അടുപ്പക്കാരെല്ലാം തിരുവനന്തപുരത്ത് വെച്ച് നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഈ സൂചന BJP നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിന്ന് മത്സരിച്ച യുവരാജ് ഗോകുലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് വ്യക്തമായി കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഇന്ന് പകൽ മുഴുവൻ TGക്കൊപ്പം നിൽക്കാൻ സാധിച്ചു എന്നതൊരു മഹാഭാഗ്യമായി കാണുന്നു. സൈബർ സ്റ്റേഷനിലെ ഇരുമ്പ് കസേരയിലിരുന്ന് ആ മനുഷ്യൻ അറിവിൻ്റെ വലിയ ഭണ്ഡാരം അഴിച്ചുവെച്ചു. മാർക്സും വിപ്ലവവും പ്രതിവിപ്ലവവും ചരിത്രവും സാമൂഹിക ശാസ്ത്രവും നിയമവും അങ്ങനെ സകല മേഖലകളിലേക്കും പോയി. ഒന്നാം തരം ഒരു ബൗദ്ധിക. പണ്ട് 144 ലംഘിച്ച് സമരം ചെയ്തതും 28 ദിവസം ജയിലിൽ കിടന്നതും ഒക്കെ സരസ്യമായി അവതരിപ്പിച്ചു. 14-ാം ദിവസം കോടതി ചോദിച്ചപ്പോൾ ജാമ്യം വേണ്ട എന്ന് പറഞ്ഞത്രേ. 28-ാം ദിവസം കോടതി ജാമ്യത്തിൽ പോകാൻ പറഞ്ഞതോടെ പുറത്തിറങ്ങിയ കഥ പറഞ്ഞ് ചിരിച്ചു. ഇന്നും അവർക്ക് എത്ര നാൾ കസ്റ്റഡിയിൽ വേണമോ അത്രയും വയ്ക്കട്ടെ എന്ന പഴയ വിപ്ലവ നിലപാട് എടുക്കാനായിരുന്നു പദ്ധതി. പക്ഷേ എല്ലാവരും കൂടി നിർബന്ധിച്ച് മാറ്റിവെച്ചു. ഒടുവിൽ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങും നേരം ഒരു മിഠായി എടുത്ത് കഴിക്കുന്നത് കണ്ടു. ഷുഗർ ലോ ആയാൽ കറങ്ങി വീഴും. ഇവന്മാർ ഞാൻ പേടിച്ച് ബോധം കെട്ട് വീണു എന്ന് വാർത്തയും കൊടുക്കും. എന്നിട്ട് ഉറക്കെ ചിരിച്ചു. 70 കഴിഞ്ഞ ഒരു മനുഷ്യൻ അറസ്റ്റും കോടതിയും വേണ്ടി വന്നാൽ ജയിലുമൊക്കെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന കാഴ്ച. കോടതിയിൽ സംഘത്തിൻ്റെ ജില്ലാ വിഭാഗ പ്രാന്തീയ അധികാരിമാരെല്ലാം കാത്തുനിന്നിരുന്നു. ഒരു പോലീസുകാരൻ അടക്കം ചോദിക്കുന്നത് കണ്ടു. ഇയാളെ ആളുടെ സംഘടന തള്ളിപ്പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? മറ്റൊരാൾ മറുപടി പറയുന്നതും കേട്ടു. അവന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ പുറത്ത് കാണും. കാര്യമുള്ള കാര്യം വരുമ്പോൾ എല്ലാം ഒറ്റക്കെട്ടാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ പ്രാന്തകാര്യവാഹും വിഭാഗ് പ്രചാരകമൊക്കെ കോടതിയിൽ നിൽക്കുമ്പോഴും പലരും സംഘത്തെ വിമർശിക്കലായിരുന്നു എന്നതും സങ്കടകരം. ഇതാണ് യുവരാജ് ഗോകുലിൻ്റെ പോസ്റ്റ്. ഇതിൽ TG മോഹൻദാസിൻ്റെ നിലപാട് വ്യക്തമായിരുന്നു. അത് മാറിയത് അല്ലെങ്കിൽ അത് മാറ്റിയത് ആരാണ് എന്ന് വ്യക്തമാണ്. RSS നേതൃത്വം ഇടപെട്ടിരിക്കുന്നു. അതായത് TG മോഹൻദാസിൻ്റെ ഈ പ്രസ്താവന വിവാദമായതോടുകൂടി
TG മോഹൻദാസ് RSSന്റെ പദവിയൊന്നും വഹിക്കുന്നില്ലെന്നും RSSന് ഈ TG മോഹൻദാസിൻ്റെ നിലപാടല്ല ഉള്ളതെന്നും RSSന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ വിശദീകരണം നൽകിയിരുന്നു. ഇതോടുകൂടി RSS TG മോഹൻദാസിനെ തള്ളിപ്പറഞ്ഞു എന്ന വാർത്തയും വന്നു. BJPയും TG മോഹൻദാസിനെ അത്ര കണ്ടങ്ങ് പിന്തുണയ്ക്കാൻ പോയില്ല. ഇതെല്ലാം അണികളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. അണികൾ RSSനും BJPക്കുമൊക്കെ തിരിയുന്നത്, ഒരു വിഭാഗം അണികൾ തിരിയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ യുവരാജ് ഗോകുലിൻ്റെ ഈ പോസ്റ്റിലൂടെ പണ്ട് 144 ലംഘിച്ച് 28 ദിവസം ജയിലിൽ കിടന്നു. അന്ന് TG ജാമ്യത്തിന് ശ്രമിച്ചില്ല. ഒടുവിൽ കോടതി സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഈ 70കാരനും. വർഷങ്ങൾക്ക് ശേഷവും ആ വീര്യത്തിന് മാറ്റമുണ്ടായിരുന്നില്ല എന്നാണ് യുവരാജ് ഗോകുൽ എഴുതുന്നത്. മാത്രമല്ല, സംഘത്തിലും അത് RSSലും അതുപോലെ തന്നെ BJPയിലും ഈ TG മോഹൻദാസുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്.